ഞാൻ ഒരു വേദപണ്ഡിതനോ ഒരു സഭാ പണ്ഡിതനോ ഒന്നുമല്ല. ഇവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു ചമ്മലും ഉണ്ട്. ഇവിടെയുള്ള പലരെയും പോലെ കാർഡിനൽ ജോസഫ് പാറക്കാട്ടിലിനെ നേരിട്ട് കണ്ടിട്ടുമില്ല. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നോവലാണ് എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു. അതിൻ്റെ ആശയം എന്ന പോലെ ഭൂതകാലത്ത് ജീവിച്ച മഹത് വ്യക്തികളെക്കുറിച്ച് പഠിക്കുവാനുള്ളൊരാഗ്രഹവും വീട്ടുകാർ കാർഡിനൽ പാറക്കാട്ടിലിനെ കുറിച്ച് പറഞ്ഞു തന്ന കഥകളും അതിലുപരി പാറക്കാട്ട് പിതാവിൻ്റെ ആത്മകഥ വായിച്ചും എൻ്റെ ചെറിയ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിലും എന്തുകൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് കാർഡിനൽ ജോസഫ് പാറക്കാട്ടിൽ പോലെയുള്ള ഒരാൾ അത്യാവശ്യമാണ് എന്നതിനെക്കുറിച്ചും രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ മെഡിസിൻ പഠിക്കാൻ പോയത് തമിഴ്നാട്ടിൽ വെല്ലൂർ എന്നൊരു സ്ഥലത്താണ്. അവിടെ 125 വർഷം മുൻപ് അമേരിക്കയിൽ നിന്നുള്ള റിഫോംഡ് ചേർച്ചിൽ നിന്നുള്ള ഒരു മിഷണറി ഡോക്ടർ ഐഡ സ്കഡർ വന്ന് സ്ഥാപിച്ച ഒരു കോളേജാണ് CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. എൻ്റെ ബാച്ചിൽ 100 പേരിൽ ഞങ്ങൾ 2 സീറോ മലബാർ കത്തോലിക്കരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവാഞ്ചലിക്കൽ ലുതറൻ, ബ്രദറൻ, മെത്തഡിസ്റ്റ്, CSI, CNI, പെൻറ്റകോസ്റ്റൽ, ഇൻ്റർ ഡിനോമിനേഷണൽ, നോൺ ഡിനോമിനേഷണൽ, കാൽഡിയൻ, മർത്തോമ, ജാക്കോബൈറ്റ്, ഓർത്തഡോക്സ്, സീറോ മലബാർ കാത്തലിക്, ലാറ്റിൻ കാത്തലിക് എന്നിങ്ങനെ നിരവധി സഭകൾ. സഭാചരിത്രം വായിക്കണവർക്ക് ഇതൊക്കെ കാണുമ്പോൾ പണ്ട് KM മാണി കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതാണ് ഓർമ്മ വരാം. വളരുംതോറും പിളരും, പിളരുംതോറും വളരും. പക്ഷെ ഓരോ സഭയ്ക്കും ഓരോ സ്റ്റൈൽ ആരാധന രീതിയുണ്ട്. അപ്പോൾ ഓരോ സഭയുടെയും ആരാധന രീതിയിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ചില സഭകളിൽ കുർബാന ഇല്ല, പാട്ടും പ്രസംഗമൊക്കെ ഉള്ളൂ. ചില സഭകളിൽ കുർബാനയുണ്ട്. ചില സഭകളിൽ അത് വെറും സിംബോളിക്കായിട്ടുള്ളൊരു പരിപാടിയാണ്. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വിശേഷിച്ച ദിവസങ്ങളിൽ മാത്രമാണ് കുർബാനയുള്ളൂ. പക്ഷെ നമ്മുടെ സഭയിൽ അനുദിനം കുർബാനയുണ്ട്. അതിലുപരി റിയൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് എംഫസൈസ് ചെയ്യുന്ന ഒരു കുർബാനയാണ് നമ്മുടെ. നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരവസരം കിട്ടുമ്പോഴല്ലേ നമ്മൾ നല്ല ഉത്തരം കണ്ടെത്താൻ തോന്നുള്ളൂ. അതേപോലെ എന്നോട് ഇടയ്ക്കിടെ ആൾക്കാർ ചോദിക്കും, നിങ്ങളുടെ സഭയിൽ ക്രിസ്തുവായിട്ടൊരു വ്യക്തിബന്ധം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോഴാണ് നമ്മൾ കാറ്റീസൊക്കെ പഠിച്ചിട്ട് പോയതാണ് ഇവിടുന്ന്. സ്കൂളും പള്ളിയും വീടൊക്കെ ആയിട്ടാണ് കറങ്ങിത്തരുന്നത്. പക്ഷെ എന്താണ് വിശുദ്ധ കുർബാന, എന്തിനാണ് വിശുദ്ധ കുർബാന നമ്മൾ ചെല്ലുന്നതെന്ന് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത് കോളേജിൽ പോയപ്പോഴാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ പഴയ നിയമത്തിലെ പല ബലികളും ഈ പെസഹായും യഹൂദന്മാരുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ, അത് പുതിയ നിയമത്തിലെ അന്ത്യ അത്താഴം, ആദ്യ ക്രൈസ്തവ സമൂഹത്തിൽ കുർബാന ആചരിക്കൽ, ഇതൊക്കെ നമ്മുടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ കൂടെ വന്നത് ഈശോ എന്നറിയുന്നത് ഈശോ അപ്പം മുറിച്ചപ്പോഴാണ്. അതായിരുന്നു രണ്ടാമത്തെ കുർബാന. അപ്പോൾ അതേപോലത്തെ ഒരു റിയലൈസേഷൻ എനിക്ക് വന്നത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പഠിച്ച് നമ്മുടെ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിൽ വരെ എത്തി. ഡോക്ടർ ജോസ് പറഞ്ഞിട്ടുണ്ടായി, അവരൊക്കെ അൽത്താര ബാലന്മാരായിരുന്നപ്പോൾ കുർബാനയൊക്കെ സുറിയാനിയിലായിരുന്നു. അതേപോലെ ഇവിടെയുള്ള പലർക്കും അത് ചിലപ്പോൾ ഓർമ്മ വരായിരിക്കും, എന്താണ് ചെല്ലുന്നതെന്ന് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അതിൽ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലെടുത്ത ഒരു നിർണായക തീരുമാനമായിരുന്നു ആ ലിറ്റർജിയിൽ നമ്മൾ ലോക്കൽ ലാംഗ്വേജസിലേക്ക് മാറ്റാൻ. അതിന് മുൻപ് ലാറ്റിൻ സഭയിലും ലാറ്റിനിലായിരുന്നു, സീറോ മലബാർ സഭയിൽ സുറിയാനിയിലായിരുന്നു. സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിൽ കഴിഞ്ഞപ്പോഴാണ് അത് ലോക്കൽ ലാംഗ്വേജസിലേക്ക് മാറിയത്. അത് ഈ സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിൽ നമ്മൾ നോക്കുമ്പോൾ ആകെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്കതിൽ ഓർക്കാനുള്ളൂ. ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ യൂക്രിസ്റ്റ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാർഡിനൽ പാറക്കാട്ടിലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതുപോലെ പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാർ കൂടിയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പാറക്കാട്ടിൽ പിതാവ് നമ്മളെല്ലാവരും തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അംബാസഡേഴ്സായിട്ട് മാറും. അത് നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല. കാർഡിനൽ ജോസഫ് പാറക്കാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സീറോ മലബാർ സഭയ്ക്കും
എറണാകുളം അങ്കമാലി അതിരൂപതനെ സംബന്ധിച്ച് കിട്ടിയേക്കുന്ന അംബാസഡേഴ്സ് ഓഫ് അവർ ഫെയ്ത്ത്, വൺ ഓഫ് ദ ഫോർമോസ്റ്റ് അംബാസഡേഴ്സ് ഓഫ് അവർ ഫെയ്ത്തായിരുന്നു. നമ്മുടെ കിടങ്ങൂരിൽ നിന്ന് ജനിച്ചു വളർന്ന് പിതാവ് വത്തിക്കാനിൽ പല പല റെസ്പോൺസിബിൾ പൊസിഷൻസൊക്കെ എത്തി 36 വിദേശ യാത്രകൾ നടത്തി നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ സഭ ലോകത്തിൽ പലയിടങ്ങളിൽ അങ്ങനെ ഇങ്ങനൊരു സഭ കേരളത്തിലുണ്ടെന്ന് കാണിക്കുകയും നമ്മുടെ സഭയെ വളർത്താൻ വേണ്ടി കുറേ ഫണ്ടൊക്കെ ശേഖരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം, നമ്മളെല്ലാവരും നമ്മുടെ വിശ്വാസത്തിൻ്റെ അംബാസഡേഴ്സ് ഓഫ് അവർ ഫെയ്ത്താണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ പലരും തന്നെ പ്രൊട്ടസ്റ്റൻ്റുകാരാണ്, പെൻറ്റക്കോസ്റ്റൽസും. അപ്പോൾ അവരോടൊക്കെ കുർബാനയെ കുറിച്ച് പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സഭയിലും കുർബാനയെ കുറിച്ച് പലർക്കും അറിയില്ല. ആ ഒരു റിവൈവലാണ് നമ്മുടെ സഭയിൽ ഇപ്പം അത്യാവശ്യം. അപ്പോൾ ഇന്നലെ നരികുളച്ചൻ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് മനസ്സിലായത് കാർഡിനൽ ജോസഫ് പാറക്കാട്ടിൽ വർഷങ്ങൾക്ക് മുൻപേ പിള്ളേർക്കല്ല കാറ്റീസം വേണ്ടേ, യൂത്തിനും അഡൾട്ട്സിനുമാണ് കാറ്റീസം വേണ്ടതെന്ന് റോമിലേക്കൊരു സജഷൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും നമുക്ക് ആയിട്ടില്ല. അന്നേ കാർഡിനൽ പാറക്കാട്ടിൽ അതൊരു വിഷനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓക്കെ, സമയമാവാറായി. ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളൂ. കാർഡിനൽ ജോസഫ് പാറക്കാട്ടിൽ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുവച്ച ഒരു വാചകമായിരുന്നു, എ വില്ലേജ് റേസസ് എ ചൈൽഡ്. എന്താണെന്ന് ഒരു ആഫ്രിക്കൻ പ്രോവർബാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി, ഒരു വില്ലേജ് മൊത്തമാണ് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ കാർഡിനൽ ജോസഫ് പാറക്കാട്ടിലിനെ സംബന്ധിച്ച് കിടങ്ങൂര് പള്ളിയിൽ നിന്നും കിടങ്ങൂര് നാട്ടുകാരുടെ നിന്നും കിടങ്ങൂര് വീട്ടിൽ നിന്നും കിട്ടിയ ഓരോ സ്നേഹവും പ്രോത്സാഹനവുമാണ് ഈ സെമിനാരി ചേരാനും ഓരോരോ തലത്തിലെത്തുമ്പോൾ ഏറ്റവും അവസാനത്തെ സമയത്ത് കാർഡിനൽ പാറക്കാട്ടിൽ ആത്മകഥ എഴുതുന്ന സമയത്ത് വരെ എപ്പോഴും കിടങ്ങൂരിനെ കുറിച്ച് കാർഡിനൽ പാറക്കാട്ടിൽ എപ്പോഴും ഓർത്തായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പരിപാടിയെല്ലാം ഓർഗനൈസ് ചെയ്ത വികാരിയച്ഛനും കിടങ്ങൂർ പാരിഷ് കൗൺസിലിനും ഇവിടെ വന്നു ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും വന്നു ചേർന്ന സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും പാറക്കാട്ടിൽ ഫാമിലിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.